അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് കബൂലാക്കട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയിലെ വിശദാംശങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വം, അൽഹംദുലില്ലാഹ്, ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അതൊക്കെ നമ്മൾ പറഞ്ഞു. അർ-റഹ്മാൻ റഹീം എന്നതിലേക്ക് കടന്നപ്പോൾ ഒരുപാട് വിഷയങ്ങൾ കാരുണ്യവാനായ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ ഭക്ഷണം അന്വേഷിച്ചു കൊണ്ടുവന്ന വ്യക്തിയെ മടക്കി അയക്കുകയും പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന്, അല്ലയോ ഇബ്രാഹിം നബിയെ, നിങ്ങൾ അദ്ദേഹത്തെ മടക്കി പിടിച്ച് അദ്ദേഹത്തെ സൽക്കരിക്കണമെന്ന നിർദ്ദേശം കിട്ടിയപ്പോൾ പെട്ടെന്ന് പോയി അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരികയും അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ ഭക്ഷണം ഒരുക്കുകയും ചെയ്തു. തിരിച്ചു പോകുമ്പോൾ കൈ രണ്ടും നീട്ടിത്തരാൻ വേണ്ടി പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൈ പിടിച്ചു അദ്ദേഹം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി അദ്ദേഹം നിഅമർ റബ്ബുൻ യുആഖിബു അഹ്ബാബഹു ഫീ അഅദാഇഹി, ലോകത്തിന് മുന്നിൽ ഒരു റബ്ബാണ് ഏറ്റവും നല്ല റബ്ബ്. ആ റബ്ബ് അവന്റെ ശത്രുക്കൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സമയത്ത് അവന്റെ മിത്രങ്ങളെ തിരുത്തുന്ന ആ റബ്ബാണ് എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൈ രണ്ടും പിടിച്ച് അദ്ദേഹം വിശ്വസിക്കുകയും. ഇനി നമുക്ക് അതിൽ പഠിക്കാനുള്ളത് അല്ലാഹുവിന്റെ നാമം. അല്ലാഹുവിന്റെ നാമങ്ങൾ പേരിടുമ്പോൾ അബ്ദ് കൂട്ടി പേരിടണം. ഉദാഹരണത്തിന് അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്ന നമ്മൾ കാണാതെ പഠിക്കണം. എല്ലാ നിസ്കാരത്തിന് ശേഷവും നമ്മൾ ചൊല്ലുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഒരാളുടെ പ്രഭാതം ആരംഭിക്കുന്നത് തന്നെ അസ്മാഉൽ ഹുസ്നയിലൂടെ ആയാൽ വലിയൊരു ബറക്കത്താണ്. യാ അല്ലാഹ് എന്ന് തുടങ്ങുന്ന 99ഓളം വരുന്ന ഇസ്മുകൾ അത് നമ്മളൊന്ന് ചൊല്ലുന്നു. യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം, യാ മലിക്, യാ ഖുദ്ദൂസ്, യാ സലാം, യാ മുഅ്മിൻ, യാ മുഹൈമിൻ, യാ അസീസ്, യാ ജബ്ബാർ, യാ മുതകബ്ബിർ, യാ ഖാലിഖ്, യാ ബാരിക്, യാ മുസവ്വിർ, യാ ഗഫാർ, യാ ഖഹാർ, യാ വഹാബ്, യാ റസാഖ്, യാ ഫത്താഹ്, യാ അലീം, യാ ഖാബിദ്, യാ ബാസിത്ത്, യാ ഖാഫിർ, യാ റാഫിഉ, യാ മുഇസ്, യാ മുദിൽ, യാ സമീഉ, യാ ബസീർ, യാ ഹക്കം, യാ അലിം, യാ ലതീഫ്, യാ ഖബീർ, യാ ഹലീം, യാ അലീം, യാ ഗഫൂർ, യാ ശകൂർ, യാ അലീം, യാ കബീർ, യാ ഹഫീർ, യാ മുഖീത്, യാ ഹസീബ്, യാ ജലീൽ, യാ കരീം, യാ റഖീബ്, യാ മുജീബ്, യാ വാസിഉ, യാ ഹലീം, യാ വദൂദ്, യാ മജീദ്, യാ ബാഇസ്, യാ ഷഹീദ്, യാ ഹഖ്, യാ വകീൽ, യാ ഖവി, യാ മതീൻ, യാ വലി, യാ ഹമീദ്, യാ മുഹ്സി, യാ മുബ്ദിഉ, യാ മുഈദ്, യാ മുഹീ, യാ മുമീത്, യാ ഹയ്യ്, യാ ഖയ്യൂം, യാ മാജിദ്, യാ മാജിദ്, യാ വാഹിദ്, യാ അഹദ്, യാ ഫർദ്, യാ സമദ്, യാ ഖാദിർ, യാ മുഖ്തദിർ, യാ മുഖദ്ദിം, യാ മുഅഖിർ, യാ അവ്വൽ, യാ ആഖിർ, യാ ളാഹിർ, യാ ബാത്തിൻ, യാ വാലി, യാ മുതഅലി, യാ ബർ, യാ തവ്വാബ്, യാ മുനഇം, യാ മുൻതഖിം, യാ അഫു, യാ റഊഫ്, യാ മാലിക് മുൽക്, യാ ദുൽ ജലാലി വൽ ഇക്റാം, യാ മുഖ്സിത്, യാ ജാമിഉ, യാ വലി, യാ മുഗ്നി, യാ മുഅതി, യാ മാനി, യാ ഖൂർ, യാ നാഫി, യാ നൂർ, യാ ഹാദി, യാ ബദീഉ, യാ ബാഖി, യാ വാരിസ്, യാ റഷീദ്, യാ സബൂർ, الذي لم يلد ولم يولد ولم يكن له كفوا احد ليس كمثله شيء وهو السميع البصير. ആ ഇസ്മുകൾ ഓരോ നാമവും കൂട്ടി നമ്മൾ പേരിടുന്ന സമയത്ത് അബ്ദ് കൂട്ടിയിടണം. ഉദാഹരണത്തിന് അല്ലാഹ്, എവിടെ അബ്ദുല്ലാഹ്, യാ അല്ലാഹ്, യാ റഹ്മാൻ, അബ്ദുർ റഹ്മാൻ, യാ റഹീം, അബ്ദുർ റഹീം. അങ്ങനെ അല്ലാഹുവിന്റെ ഓരോ ഇസ്മുകളെയും പേരിടുന്ന സമയത്ത് അബ്ദ് കൂട്ടിയിടണം. ഇനി നമുക്കറിയാം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നാമം അബ്ദുല്ലാഹ്, അബ്ദുർ റഹ്മാൻ, ഈ പേരാണ്. അപ്പൊ അള്ളാഹുവിന്റെ പേരുകളെ കൂട്ടി നമ്മൾ പേരിടുന്ന സമയത്ത് അബ്ദ് കൂട്ടിയിടണം.
അള്ളാഹുവിന്റെ അടിമ. അബ്ദുല്ലാഹ് അള്ളാഹുവിന്റെ അടിമ. അബ്ദുറഹ്മാൻ റഹ്മാനായ അള്ളാഹുവിന്റെ അടിമ. അങ്ങനെ ഇസ്മുകൾ, അള്ളാഹുവിന്റെ ഇസ്മുകളെ കൂട്ടിയിടുന്ന സമയത്ത് അബ്ദ് എന്ന് കൂട്ടിയിടണം. അല്ലാമ അബൂ ഹയ്യാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബ്ദുല്ലാഹ്, അബ്ദുറഹ്മാൻ ഈ പേരുകൾ അത് വലിയ മഹത്വമുള്ള പേരാണ്. എന്ന് മാത്രല്ല അർ റഹ്മാൻ എന്ന പേരുണ്ടല്ലോ, അത് ഒന്നുകൂടെ മഹത്വമുള്ള പേരാണ്. ആ പേര് ഫഹു വസ്ഫുൻ, അതൊരു വിശേഷണമാണ്. ലം യുസ്തഅമൽ ഫീ ഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു വിശേഷണമാണ്. അപ്പൊ അർ റഹ്മാൻ എന്ന പേര് അല്ലെങ്കിൽ ആ ഒരു നാമം ഒരാൾക്ക് മാത്രം, ഒരു അർ റഹ്മാൻ എന്ന് ഒരാളെ വിളിക്കാൻ പാടില്ല. ഒരാളെ വിളിക്കാൻ അബ്ദുറഹ്മാൻ എന്ന് വിളിക്കാം, നേരെ മറിച്ച് അർ റഹ്മാൻ എന്ന് വിളിക്കാനും പാടില്ല, ഒരു വിശേഷണമായിട്ട് പറയാനും പാടില്ല. കമാലം ഇസ്തഅമൽ ഇസ്മുഹു ഫീ ഗൈരിഹി, അല്ലാഹുവിന്റെ നാമം മറ്റുള്ളവർക്ക് ഉപയോഗിക്കാത്തതുപോലെ അബ്ദുറഹ്മാൻ എന്ന് ഉപയോഗിക്കാം, നേരെ മറിച്ച് അർ റഹ്മാൻ എന്നൊരാൾ വിളിക്കാൻ പാടില്ല. ഏതുപോലെ ഒരാളെ അള്ളാഹ് എന്ന് വിളിക്കാൻ പാടില്ലല്ലോ, എന്നതുപോലെ തന്നെയാണ് അർ റഹ്മാൻ എന്നതും ഒരാളെ വിളിക്കാൻ പാടില്ല. എന്നിട്ട് പറയുന്നു അള്ളാഹു അല്ലാത്ത ഒരാളെ റഹ്മാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് സത്യനിഷേധികളുടെ സത്യമതത്തോടുള്ള മത്സരത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് റഹ്മാൻ എന്ന് മാത്രം ഒരു സൃഷ്ടിക്ക് വസ്ഫായി അല്ലെങ്കിൽ വിശേഷണമായി പറയൽ ഹറാമാണ്, തെറ്റാണ്. അപ്പൊ അല്ലാഹ്, റഹ്മാൻ, ഈ രണ്ട് പേര് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട റഹ്മാൻ, അല്ലാഹ്. അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മും റഹ്മാനും ഒരു വ്യക്തിയെ വിശേഷണം ഇടാനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പേരിടാനോ പാടില്ല. നേരെ മറിച്ച് അവിടെ അബ്ദുള്ള ഇടാം, അബ്ദുറഹ്മാൻ ഇടാം, ഏറ്റവും നല്ല പേരാണ്. ഹാഫിദ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഉസൂലുൽ ഉസൂലി ഇസ്മാനി, ഉസൂലിന്റെ ഉസൂലാണ് അല്ലാഹ് അർ റഹ്മാൻ എന്ന് പറയുന്ന രണ്ട് നാമം. لأن كل منهما مشتمل على الأسماء كلها, കാരണം അവ എന്ന് പറഞ്ഞാൽ അല്ലാഹ് അർ റഹ്മാൻ ഈ രണ്ടും എല്ലാ നാമങ്ങളും ഉൾക്കൊള്ളുന്ന നാമമായതിനാൽ അത് ഒരാള് വിശേഷണം പറയാനോ ഒരാൾക്ക് അത് പേരിടാനോ പാടില്ല. നേരെ മറിച്ച് ആ പേരിടുകയാണെങ്കിൽ അബ്ദു കൂട്ടണം, അല്ലാതെ ഒരാളെ വിശേഷിപ്പിക്കാൻ പാടില്ല. ഇനി നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഖുലിദുല്ലാഹ അബിദുർ റഹ്മാൻ, ഖുൽ നബിയെ തങ്ങൾ പറയുക, നിങ്ങൾ അല്ലാഹ് എന്നോ അർ റഹ്മാൻ എന്നോ വിളിക്കുക. അപ്പൊ അല്ലാഹുവിനെ വിളിക്കുമ്പോൾ അല്ലാഹ് അർ റഹ്മാൻ എന്ന് വിളിക്കുക. വലിദാലിക ലം യതസമ്മ ബിഹിമാ അഹദുൻ, അതിനാൽ ഈ രണ്ട് നാമങ്ങൾ ഒരാൾ നാമമായി സ്വീകരിച്ചിട്ടില്ല. ഫത്ഹുൽ ബാരി 17-ാം വാള്യം 388-ാമത്തെ പേജിൽ കാണുകയാണ്. ഇത് വിശദീകരിച്ചുകൊണ്ട് സ്വാലിഹീങ്ങളായ മഹാന്മാർ പറയുകയാണ്, അല്ലാഹുവിനെ നമ്മൾ വിളിക്കുന്ന സമയത്ത് തമ്പുരാനെ എന്നും നമ്മൾ പറയരുത്. സ്വാലിഹീങ്ങളുടെ സദസ്സിൽ പോയിരുന്നാൽ അവരുടെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇതിൽ നിന്ന് കിട്ടുന്ന അവഗാഹമാണ്. അവർ പറയുന്നത് അള്ളാഹുവിന് എത്ര നല്ല വിശേഷണമാകുന്ന നല്ല നല്ല നാമങ്ങളുണ്ട്, അതൊക്കെ മാറ്റിച്ച് തമ്പുരാനെ തമ്പുരാനെ എന്ന് പറയാൻ പാടില്ല. കാരണം തമ്പുരാനും തമ്പുരാട്ടിയും ഒക്കെ സൃഷ്ടികൾക്ക് വെക്കുന്ന പേരുകളാണ്. അതുകൊണ്ട് തന്നെ ആ പേരുകളൊന്നും പറയേണ്ടതില്ലല്ലോ. യാ അല്ലാഹ്, യാ റഹ്മാനെ, യാ അല്ലാഹ്. അപ്പോൾ ദുആ ചെയ്യുമ്പോൾ പോലും അല്ലാഹുവേ ഞങ്ങളുടെ വിഷമങ്ങൾ നീക്കണേ, അല്ലാഹ് റഹ്മാനെ, അങ്ങനെ നമ്മൾ പറയുക എന്നല്ലാതെ മറ്റു വാചകങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. മറ്റൊന്ന്, അല്ലാഹ് റഹ്മാൻ എന്ന നാമം പേരായോ വിശേഷണമായോ ഒരു സൃഷ്ടിക്ക് ഇടൽ തെറ്റാണ്, ഹറാമാണ് എന്ന് പറഞ്ഞു. എന്നാൽ റഹീം, റഹീം എന്ന പദം സൃഷ്ടിക്ക് വിശേഷണമായി ഉപയോഗിക്കാം.
ഉപയോഗിക്കാം. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അസ്മാഉൽ ഹുസ്നയിലെ രണ്ട് വിശേഷണങ്ങൾ അവിടെ ഉണ്ട്, ഒന്ന് റഊഫ്, ഒന്ന് റഹീം. അപ്പോൾ റഊഫും റഹീമും ആ രണ്ട് വാചകങ്ങൾ എന്ന് മാത്രമല്ല, അല്ലാഹ് റഹ്മാൻ ഇതല്ലാത്ത മറ്റു വാചകങ്ങൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. എന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഉലൂഹിയത്ത് എന്ന വിശ്വാസമില്ലാതെ അള്ളാഹുവിന്റെ ചില നാമങ്ങളെ കൊണ്ട് ഒരു സൃഷ്ടിക്ക് വിശേഷണം പറഞ്ഞാൽ അവര് മുശ്രിക്കാകൂലല്ലോ. അത് മുശ്രിക്കാണെന്ന് പറയുന്ന വിഭാഗങ്ങളുണ്ട്. അവർക്ക് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട തെളിവാണ് ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അള്ളാഹുവിന്റെ നാമമായ റഹീം എന്ന പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉപയോഗിച്ചു. വിശുദ്ധ ഖുർആൻ തന്നെ അത് പറഞ്ഞു. പക്ഷേ ഇവിടെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം അല്ലാഹുവാണ് ഏറ്റവും റഹീമായ. ആ റഹീമായ അല്ലാഹു, ആ റഹീം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം കരുണ ചെയ്യുന്നവൻ, കാരുണ്യം നൽകുന്നവൻ എന്നതാണല്ലോ. അല്ലാഹു റഹീമാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹീമാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം വേറെയാണ്. അഥവാ അടിമകൾക്ക് കാരുണ്യത്തിന്റെ മനസ്സ് അല്ലെങ്കിൽ അലിവിന്റെ മനസ്സ് സൃഷ്ടിച്ചു കൊടുക്കുന്നവനാണ് അല്ലാഹ്. ആ അല്ലാഹു കാരുണ്യം സൃഷ്ടിച്ചു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യം ചെയ്യുന്നു, ഇതാണ് അർത്ഥം. അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റഹീം എന്ന് വിശേഷിപ്പിച്ചാൽ അയാൾ മുശ്രിക്കാവുകയില്ല. ഏതുപോലെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ ആയത്തിൽ ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂനസ് സ്വലാത വയുഊതൂനസ് സകാത വഹും റാകിഊൻ. തീർച്ചയായും നിങ്ങളുടെ സഹായി അല്ലാഹുവാണ്. ഇന്നമാ വലിയുകുമുല്ലാഹ്, തീർച്ചയായും നിങ്ങളുടെ സഹായി അല്ലാഹുവാണ്. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലുമാണ്. വല്ലദീന ആമനു അല്ലദീന യുഖീമൂനസ് സ്വലാത വയുഊതൂനസ് സകാത വഹും റാകിഊൻ. നിസ്കാരം നിലനിർത്തുന്ന, സകാത്ത് കൊടുത്തു വീട്ടുന്ന വിശ്വാസികളായ ആളുകളുമാണ്. അപ്പൊ അള്ളാഹു സഹായിക്കും പോലെയാണോ റസൂലിന്റെ സഹായം? അല്ലല്ലോ. അള്ളാഹു സഹായിക്കും പോലെയാണോ ഔലിയാക്കളുടെ സഹായം? അല്ലല്ലോ. എല്ലാ സഹായവും സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹൻ ഇല്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കി പറയുന്നവനാണ് മുസ്ലിം. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇതെപ്പോഴും മനസ്സിൽ ഊട്ടിയുറപ്പിച്ച് കൊണ്ട് നടക്കുന്നവരാണ് മുസ്ലിം. ആ ഒരു മുസ്ലിം മമ്പുറം മഖാമിലേക്ക് പോകുന്നു. മമ്പുറം മഖാമിൽ പോയി ഒരു ഫാത്തിഹ വിളിക്കും. നേരെ പോയി മഖബറയിലെ മഹാനായ ഖുത്ബുസ്സമാന സയ്യിദ് അലവിയിൽ മുംഫറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവർക്ക് സലാം പറഞ്ഞു വളരെ അദബോടുകൂടെ ഭക്തിയോടുകൂടെ ഫാത്തിഹ ഓതുന്നു, സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നു, സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഓതുന്നു. അതിന്റെ ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? പടച്ചോനെ, ഞങ്ങൾ ഓതിയ ഫാത്തിഹയും സൂറത്തും മഹാനായ മമ്പുറത്ത് പാപ്പയുടെ അർവാഹിലേക്ക്, അവിടുത്തെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നന്നാക്കി തരണേ അല്ലാഹ്. ഇങ്ങനെ തോൽക്കുന്നത്. അല്ലാതെ നമ്മളവിടെ പോയിട്ട് മമ്പറന്നങ്ങളെ ദൈവമേ എന്ന് ഒരാളും പറയുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ദുആ ചെയ്യുന്നതിനെ പരിഹസിച്ച് കണ്ടോ മമ്പുറത്തെ ദൈവം, മമ്പുറത്ത് പോയി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഇല്ലാത്തത് പ്രചരിപ്പിക്കുന്നു. ഇതാണ് സുന്നികളും സുന്നി അല്ലാത്തവരും തമ്മിലുള്ള ആശയത്തിന്റെ വ്യതിയാനങ്ങൾ. ഇത് നമ്മൾ തീർത്തും മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കേണ്ട മേഖല. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന ഒരേ ഒരു വാചകം, ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു വല്ലദീന
വല്ലദീന ആമനൂ യുഖീമൂന സ്വലാത്ത, അതേ നിസ്കാരം നിലനിർത്തുന്ന, നോമ്പ്, വല്ലദീന ആമനൂ ലദീന യുഖീമൂന സ്വലാത്ത വയുഊതൂന സകാത്ത വഹും റാകിഊൻ, നിസ്കാരം നിലനിർത്തുന്ന, നോമ്പ് അനുഷ്ഠിക്കുന്ന, സകാത്ത് കൊടുത്തു വിടുന്ന സ്വാലിഹീങ്ങളായ ആളുകൾ. പുറത്തേക്ക് പോകുമ്പോഴേ കണ്ടോ മുശ്രിക്കായി എന്ന് പറയുമ്പോൾ അത് തീർത്തും വിശുദ്ധ ഖുർആനിന്റെ ആശയം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മൾ അങ്ങനെ തന്നെയല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കിട്ടാൻ വേണ്ടി വെക്കപ്പെട്ട സബബുകളാണ് അമ്പുറത്തെ പാപ. ആ സബബുകൾ കിട്ടാൻ വേണ്ടി വെച്ചവരാണ് മഹാനായ ഗൗസുൽ ആലം ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അവിടുത്തെ അല്ലാഹുവിന്റെ ഫദ്ലും അവിടുത്തെ റഹ്മത്തും നമ്മുടെ ദുആക്ക് ഇജാബത്തും കിട്ടാൻ വേണ്ടി വെച്ച സബബുകളാണ് മഹാനായ സുൽത്താനുൽ ആരിഫീൻ അശൈഖ് അഹ്മദ് അൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അത്തരം മഹാന്മാർ, നബിമാർ, അമ്പിയാക്കൾ, ഇവരൊക്കെ അല്ലാഹു നമുക്ക് അവന്റെ റഹ്മത്ത് കിട്ടാൻ വേണ്ടി വെച്ച് തന്നിട്ടുള്ള മഹാരഥന്മാരായ ആളുകളാണ്. അപ്പോൾ അല്ലാഹുവിനെ വേണ്ട വിധത്തിൽ അല്ലാഹുവിനുള്ള വിശ്വാസം ഊട്ടിയുറപ്പിച്ച്, അല്ലാഹുവിനെ സ്നേഹിച്ച്, അല്ലാഹുവിന്റെ പൊരുത്തം നേടി, അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ പൊരുത്തം നേടി, അല്ലാഹു പറഞ്ഞവരെ ബഹുമാനിച്ച്, അല്ലാഹു പറഞ്ഞവരെ ആദരിച്ച്, അല്ലാഹു പറഞ്ഞവരെ അംഗീകരിച്ച്, അല്ലാഹു പറഞ്ഞ സൽപ്രവൃത്തികൾ ചെയ്ത്, അല്ലാഹു വിരോധിച്ചത് മുഴുവനും ജീവിതത്തിൽ നിന്നൊഴിവാക്കി നാം ജീവിച്ചാൽ അർ-റഹ്മാൻ ദുനിയാവിൽ വേണ്ടത് അല്ലാഹു തരും. അർ-റഹീം നാളെ ആഖിറത്തിൽ വേണ്ടത് അല്ലാഹു തരും. ആ പാരത്രിക ലോകമാണ് വിജയം. ആ പാരത്രിക ലോകത്ത് വിജയിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കിതിലപ്പുറം എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരേണ്ടത്? ആലോചിച്ചു നോക്കൂ. രണ്ട് ലോകവും നമുക്ക് ആസ്വദിക്കാമല്ലോ. പക്ഷേ ദുനിയാവിൽ ചില നിയന്ത്രണങ്ങളുണ്ട് എന്ന് മാത്രം. അതിനൊരു നിബന്ധനയുണ്ട്. എന്താണത്? ആഖിറത്തിൽ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകേണ്ടതാണ്. ആ ആഖിറത്തിലേക്കുള്ള ബൗണ്ടറിയിൽ ക്ലിയറായി നമുക്ക് വേണ്ട എല്ലാ രേഖകളും ക്ലിയറാക്കാൻ നമുക്ക് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാലോ മുഅ്മിനായി എന്നതിന്റെ പേരിൽ ഒരു നല്ല ഭക്ഷണം കഴിക്കരുത് എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നല്ല പാനീയം കഴിക്കരുത് എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. പക്ഷേ ചില നിബന്ധനകൾ അല്ലാഹു വെച്ചിട്ടുണ്ട്. അല്ലാഹു ഹറാമാക്കിയത് കഴിക്കരുത്. ഉദാഹരണത്തിന് പന്നിമാംസം കഴിക്കരുത്. അതുപോലെ തന്നെ അല്ലാഹു ഹറാമാക്കിയതൊന്നും കഴിക്കാൻ പാടില്ല. പാനീയങ്ങളിലും അതുപോലെ തന്നെ അല്ലാഹു ഹറാമാക്കിയത് കുടിക്കരുത്. ഉദാഹരണത്തിന് കള്ള് കുടിക്കരുത്. ഇതെന്തിനാണ്? അത് ഒന്ന് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നാളെ ആഖിറത്തിൽ നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം പന്നിമാംസം കഴിച്ചാൽ നമുക്ക് വളരെ വളരെ ആരോഗ്യകരമായി കേടാണ്. അതോടൊപ്പം അല്ലാഹു ഹറാമാക്കിയതാണ്. കള്ളു കുടിച്ചാലോ, ഒരൊറ്റ മുറുക്ക് കള്ളു കുടിച്ചാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 1500 തിരിച്ചറിവിന്റെ സെല്ലുകൾ നഷ്ടപ്പെടുകയാണ്. അത് നമ്മുടെ ആരോഗ്യ സംരക്ഷണമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലത് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. എന്നാൽ നല്ല സുഭിക്ഷമായ ഭക്ഷണം നമുക്ക് കഴിക്കാമല്ലോ. സുഭിക്ഷമായ നല്ല ജ്യൂസുകൾ ഇവിടെയുണ്ടല്ലോ, അത് നമുക്ക് കഴിക്കാമല്ലോ. ഇതെല്ലാം ഉണ്ടായിട്ട് അത്തരം ഹറാമാക്കിയ കള്ളിലേക്ക് തന്നെ പോകുന്നത് അല്ലാഹു കൽപ്പിച്ചതിനെ, അല്ലെങ്കിൽ അല്ലാഹു കൽപ്പിച്ചതെടുക്കാതെ അല്ലാഹു വിരോധിച്ചത് ചെയ്യുന്നത് മാത്രം ജീവിതത്തിൽ പകർത്തുന്നവരുടെ മേഖലയാണ്. അപ്പൊ അതിൽ ചില ബൗണ്ടറികളുണ്ട്, അതിൽ ചില പരിധികളുണ്ട്. അത് മാത്രം നമ്മൾ സൂക്ഷിച്ചാൽ അല്ലാഹു നാളെ ആഖിറത്തിൽ അവന് വിജയം കൊടുക്കുകയാണ്. അല്ലാതെ ഒരു നല്ലൊരു ജ്യൂസ് കുടിക്കുന്നതിന് അല്ലാഹു എതിരല്ല. ഒരു നല്ലൊരു ഡ്രസ്സ് ധരിക്കുന്നതിന് അല്ലാഹു എതിരല്ല. ഒരു നല്ലൊരു വാഹനം ഓടിക്കുന്നതിന് അല്ലാഹു എതിരല്ല. ഒരു നല്ല ഒരു വീട് വെക്കുന്നതിന് അല്ലാഹു എതിരല്ല. പക്ഷേ അതിലൊക്കെ ദൂർത്ത് പാടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആലോചിച്ചു നോക്കൂ. നമ്മുടെ കയ്യിൽ പണം ഉണ്ടാകുമ്പോഴേക്ക് അല്ലാഹുവിനെ മറക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ സ്വഹാബികളുടെ കൂട്ടത്തിൽ വലിയ വലിയ
സമ്പന്നരുണ്ടായിരുന്നു. ഔലിയാക്കളുടെ കൂട്ടത്തിൽ വലിയ വലിയ സമ്പന്നരുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, ആരായിരുന്നു? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. വലിയ സമ്പന്നനായിരുന്നില്ലേ? വലിയ വലിയ ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ടായിരുന്നു, ഈത്തപ്പന തോട്ടങ്ങളുണ്ടായിരുന്നു, ഒട്ടകങ്ങളുണ്ടായിരുന്നു. ഇസ്ലാമിൽ തന്നെ ആദ്യമായി സകാത്ത് കൊടുത്ത വ്യക്തി എന്നൊരു പേരുകൂടെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അത്രയും വലിയ സമ്പത്ത് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. മാത്രമല്ല, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആരായിരുന്നു? വലിയ സമ്പന്നനായിരുന്നില്ലേ? എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് അതങ്ങ് ജീവിതത്തിൽ പകർത്തി തങ്ങളുടെ ഇസ്ലാമിന് വേണ്ടി എല്ലാം ചെലവഴിച്ചവരായിരുന്നില്ലേ? ആരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്ത് വന്നാലും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ചെന്നു തങ്ങൾ പറയുന്നു, അതേ ഈ അടിമയെ ആര് മോചിപ്പിക്കും? ഉടനെ തന്നെ കൈ പൊന്തിച്ച് പറയുന്നു, നബിയെ ഞാൻ അതിനെ മോചിപ്പിക്കാം. അങ്ങനെയല്ലേ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഉമയ്യത്തിന്റെ കിരാത പീഡനങ്ങൾക്ക് ഇരയായപ്പോൾ അവിടെയും ചെന്നുകൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്തിന്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി അതേ ആ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. ഇനിയും നിങ്ങൾ നോക്കൂ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ വിശന്ന് വലഞ്ഞ തന്റെ മക്കളുടെ മുമ്പിൽ ഈത്തപ്പന ചീളുകൾ കൈക്കൊണ്ടത് കണ്ട അബൂ ദുജാന റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ഹറാമായത് അന്യന്റെ മുതലാണല്ലോ എന്റെ മക്കൾ ഭക്ഷിക്കുന്നത് എന്ന് കണ്ടപ്പോൾ ആ കൈ, അവിടത്തെ കൈ വിരൽ തന്റെ മക്കളുടെ വായിലേക്കിട്ടു. എന്നിട്ട് അങ്ങനെ തന്നെ ഛർദിപ്പിക്കുന്നു. എന്റെ കുട്ടിയുടെ വയറ്റിലേക്ക് ഹറാമ് കടക്കാൻ പാടില്ല എന്ന് ചിന്തിച്ച അബൂ ദുജാന റളിയല്ലാഹു അൻഹു പിറ്റത്തെ ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞ് വേഗം പോവുകയാണ്. പരാതി പറഞ്ഞു, നബിയേ അബൂ ദുജാന ഇപ്പൊ ദിക്റിലും സലാത്തിലും ഇരിക്കുന്നില്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ദുജാനയെ വിളിക്കുന്നത്. അല്ലയോ അബൂ ദുജാന, വേണ്ടത് നിസ്കാരം കഴിഞ്ഞാൽ വേഗം പോവുകയാണോ? അങ്ങനെയല്ലല്ലോ വേണ്ടത്. നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ തന്നെ ഇരുന്നാൽ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകുമല്ലോ. ദിക്ർ ചൊല്ലി അതുപോലെ തന്നെ 33 സുബ്ഹാനല്ലാഹും 33 അൽഹംദുലില്ലാഹും 33 അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്റുകളെല്ലാം കൂടെ കൂട്ടിയാൽ 100 ദിക്റാവുകയാണ്. ഈ ദിക്ർ ചൊല്ലിയിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ അതിന്റെ പ്രാർത്ഥനയ്ക്ക് എത്ര വലിയ ഫലമാണ്. എല്ലാ നിസ്കാരത്തിന്റെയും പിറകെയുള്ള ദുആ അല്ലാഹു സ്വീകരിക്കപ്പെടുന്ന ദുആഅല്ലേ. തഹജ്ജുദിന്റെ ശേഷമുള്ള ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഇജാബത്ത് നൽകുന്ന സമയമല്ലേ. വെള്ളിയാഴ്ച രാവിലും പകലിലും ദുആക്ക് ഇജാബത്ത് നൽകുന്ന സമയമല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമല്ലേ. അയ്യോ അബൂ ദുജാന, എന്തേ നിസ്കാരം കഴിഞ്ഞ് വേഗം ഓടുന്നത്? അബൂ ദുജാന റളിയല്ലാഹു അൻഹു വിഷമം പറഞ്ഞു, നബിയേ അങ്ങയുടെ നിസ്കാരത്തിൽ നിസ്കരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ആ നിസ്കാരം നിസ്കരിച്ചു വീണ്ടും അവിടുത്തെ ദിക്റിലും ദുആയിലും പങ്കെടുക്കാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുള്ളതാ. പക്ഷേ ഞാൻ ഒരു ദിവസം അവിടുത്തെ എല്ലാം കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോയപ്പോൾ നേരം വെളുത്തു. എന്റെ മക്കളാണെങ്കിൽ പട്ടിണിയിലാണ്. അവര് വിശന്നതിന്റെ പേര് അപ്പുറത്തെ വീട്ടിന്റെ ഈത്തപ്പനയിൽ നിന്നും ഈത്തപ്പനക്കുല എന്റെ വീട്ടുമുറ്റത്തേക്ക് വരുന്നു. ആ ഈത്തപ്പനക്കുലയിൽ നിന്നും കൊഴുത്തത് എന്റെ വീട്ടുമുറ്റത്തിൽ എന്നും വീഴാറുണ്ട്. അതെടുത്ത് എന്റെ മക്കൾ കഴിക്കുന്ന ഒരു രംഗം ഞാൻ ഒരു ദിവസം പോയി കണ്ടപ്പോൾ ഞാൻ എന്റെ മക്കളുടെ വയറ്റിലേക്ക് ഹറാമ് കടക്കാൻ പാടില്ലല്ലോ. ഹറാമെങ്ങാനും എന്റെ മക്കളുടെ വയറ്റിലേക്ക് അങ്ങ് കടന്നു പോയാൽ ഹറാമിന്റെ രക്തം പൊടി പൊടിയായി വരികയാണ്. പിന്നെ ആ മക്കളിൽ ബറക്കത്തുണ്ടാവൂലല്ലോ. ഞാൻ എന്റെ വിരല് നാവിലേക്ക് വെച്ച് എന്റെ മക്കളെ കൊണ്ടത് മുഴുവനും ഛർദ്ദിപ്പിച്ചു. പിറ്റത്തെ ദിവസം എന്റെ മക്കള് ആ ഈത്തപ്പനക്കുലയിൽ നിന്ന് വീഴുന്നത് എടുക്കുന്നതിന് മുമ്പ് ഞാൻ അതെല്ലാം പൊറുക്കിയെടുത്ത് ആ ഈത്തപ്പന മരത്തിൽ നിന്ന് വീഴുന്ന ഈത്തപ്പഴങ്ങൾ മുഴുവനും അപ്പുറത്തെ അയൽവാസിയായ അവരുടെ മുറ്റത്തേക്ക് ഞാൻ വെക്കാറാണ്, ഇടാറാണ് പതിവ് നബിയേ.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു, മോനെ അബൂ ദുജാന വാ. അങ്ങനെ നബി തങ്ങളുടെ കൂടെ അവിടുത്തെ സർവന്റായി, അവിടുത്തെ ഖാദിമായി ആരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ലോക പണക്കാരനല്ലേ, വലിയ പണമുള്ള സമ്പത്തുള്ള ആളല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ. തങ്ങളുടെ കൂടെ പോകുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. അങ്ങനെ നാം പോവുകയാണ്. മോനെ അബൂ ദുജാന, എവിടെയാണ് നീ പറഞ്ഞ ഈത്തപ്പന മരം? കാണിച്ചു കൊടുത്തു. അതാ നബിയെ, ആ കാണുന്ന ഈത്തപ്പന മരമാണ്. അങ്ങനെ അതിന്റെ മുതലാളി ആരാണ്? അതിന്റെ ഉടമസ്ഥനാരാണ്? ഉടമസ്ഥന്റെ വീട്ടിലേക്ക് പോയി ഉടമസ്ഥനോട് പറഞ്ഞു, ഈ ഈത്തപ്പന മരം വിൽക്കുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ ഈത്തപ്പന മരത്തിന് പകരം എനിക്ക് 100 ഈത്തപ്പന മരം വേണം. വാശിയാണ്. ചില വാശിക്കാരങ്ങനെയല്ലേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതായിരുന്നാലും നിനക്ക് 100 ഈത്തപ്പന മരം തരാം, പക്ഷേ ഈ ഈത്തപ്പന മരം വിൽക്കുമോ? അദ്ദേഹം സമ്മതിച്ചു. ഇപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നബിയെ, അത് ഞാൻ തരാം, അത് ഞാൻ തരാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ എടുത്തു കൊടുക്കുന്നു. ഈത്തപ്പന മരം വിൽക്കുന്നു, വാങ്ങുന്നു. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, ഈ ഈത്തപ്പന മരം മാത്രമല്ലേ വാങ്ങുന്നത്, ഭൂമി വാങ്ങിയിട്ടില്ലല്ലോ. ഇനി എന്ത് ചെയ്യും? ഉടനെ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, അല്ലയോ അബൂ ദുജാന, നിന്റെ വീട്ടിന്റെ മുറ്റത്ത് എവിടെയാണ് നിനക്ക് ഈത്തപ്പന മരം വേണ്ടത്? അത്ഭുതത്തിന്റെ ചോദ്യം. അപ്പോഴാണ് അബൂ ദുജാന പറയുന്നത്, ഇവിടെ അതാ വിളിക്കുന്നു. ഈത്തപ്പന മരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നു. ഈത്തപ്പന മരം ഒരു കൊച്ചു കുട്ടിയെ പോലെ നടന്ന് വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുസരണയുള്ള ഒരു ഈത്തപ്പന മരം. തങ്ങൾ പറഞ്ഞു, മാടി വിളിച്ചപ്പോൾ ഈത്തപ്പന മരം നടന്നു വരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്തൊരു അത്ഭുതമാണ്, വല്ലാത്ത മുഅ്ജിസത്തല്ലേ. നമ്മൾ ഒരു കുട്ടിയെ വിളിച്ചാൽ തന്നെ വരാത്ത ഈ കാലത്ത് ഒരു അചേതനമായ, ബുദ്ധിയില്ലാത്ത, അതുപോലെ തന്നെ വിവേകമില്ലാത്ത ഒരു അചേതനമായ ഒരു സൃഷ്ടിയാണല്ലോ വൃക്ഷങ്ങൾ എന്ന് പറയുന്നത്. വൃക്ഷത്തെ ഒന്ന് പാടി വിളിച്ചപ്പോൾ നടന്നു വരുന്നു. നടന്നു വന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവിടെ നിൽക്കൂ. അങ്ങനെ വന്നു, അവിടെ നിന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഏതായിരുന്നാലും നമ്മൾ പറഞ്ഞ വിഷയം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ സമ്പത്തുണ്ടായിട്ട് പോലും ദീന മറക്കാതെ അവർക്ക് മുഴുവനും ദീനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞതിന് ശേഷമേ അവർക്ക് വേറെയുള്ള കാര്യങ്ങളുള്ളൂ. എന്നാൽ ഇന്ന് നമുക്ക് പണമുണ്ടായാലോ സ്വന്തം ഉപ്പയെ മറക്കുന്നു, സ്വന്തം ഉമ്മയെ മറക്കുന്നു, സ്വന്തം ഉസ്താദിനെ മറക്കുന്നു. അതുപോലെ ആര് പറഞ്ഞാലും കേൾക്കുന്നില്ല. മഹല്ല് ഖാദി തന്നെ പറഞ്ഞാലും കേൾക്കാത്ത രൂപത്തിൽ പലതും നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയൊന്നും ആയി പോകാൻ പാടില്ല. മറിച്ച് പടച്ച റബ്ബല്ലേ എനിക്ക് സമ്പത്ത് തരുന്നത്, പടച്ച റബ്ബല്ലേ എനിക്ക് ജീവൻ തരുന്നത്. അവൻ റഹ്മാനാണല്ലോ, അവൻ റഹീമാണല്ലോ. അവനല്ലേ പേടിച്ച് ജീവിക്കേണ്ടത്, അവന്റെ മുമ്പിലല്ലേ ഭയഭക്തി ഉണ്ടാവേണ്ടത്. അവന്റെ മുമ്പിൽ ഇഖ്ലാസോടുകൂടെ ചെയ്താലല്ലേ എനിക്ക് ആഖിറത്തിൽ രക്ഷയുള്ളൂ. അവന്റെ മുമ്പിൽ നന്നായി ഇബാദത്ത് കൊടുത്താലല്ലേ എനിക്ക് ആഖിറത്തിൽ രക്ഷയുള്ളൂ എന്ന് ചിന്തിച്ച് കൃത്യമായി നിസ്കരിക്കുന്നവരാവണം. ഒരു നിസ്കാരവും ഖളാക്കാൻ പാടില്ല. ഒരു യാത്ര പോവുകയാണെങ്കിൽ പോലും നമ്മുടെ ടിക്കറ്റ് നിസ്കാരം ഖളാക്കാത്ത രൂപത്തിൽ എടുക്കണം. ഒരു ട്രെയിൻ യാത്ര പോവുകയാണെങ്കിൽ പോലും എന്റെ നിസ്കാരം ഖളാക്കാത്ത രൂപത്തിൽ ഏത് സ്റ്റേഷനിൽ എനിക്ക് ഇറങ്ങാൻ പറ്റും എന്ന് ചിന്തിക്കണം. അങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ടാൽ പോലും നമ്മൾ വേണ്ട വിധത്തിൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാളെ ആഖിറത്തിൽ ഭയാനകതയാണ്, അല്ലാഹുവിന്റെ ശിക്ഷയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ തീർത്തും എല്ലാം സമർപ്പിക്കണം. നിസ്കാരം കൃത്യമാകണം,
കൃത്യമായി നോമ്പ് അനുഷ്ഠിക്കണം, കൃത്യമായി സക്കാത്ത് കൊടുക്കണം, കഴിവുള്ളവർ ഹജ്ജ് ചെയ്യണം. ഇങ്ങനെ ജീവിച്ചാലല്ലാതെ നമുക്ക് ആഖിറത്തിൽ രക്ഷയില്ല. അല്ലാഹുവേ, നാളെ ആഖിറത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. സ്വർഗത്തിന്റെ അവകാശികളിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാവരും അടുത്തുകൊണ്ട് വരണം. വളരെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മുടെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ ഇതെല്ലാം